നമസ്കാരം. ഷഷ്ഠി വ്രതം എങ്ങനെ ആചരിക്കണം? എല്ലാവരും ഷഷ്ഠി എടുക്കാറുണ്ട്. ഷഷ്ഠി എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവർക്കും ഭൂരിപക്ഷം സ്ത്രീകളും ഇന്ന് ഷഷ്ഠി ആചരിക്കുന്നവരാണ്. കറുത്ത പക്ഷം മാറി വെളുത്ത പക്ഷത്തിലേക്ക് മാറി ഷഷ്ഠി വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ കറുത്ത പക്ഷത്തിലും ഷഷ്ഠി ആചരിച്ചിരുന്നവരുണ്ട്. എന്തായാലും ഷഷ്ഠി വ്രതം എന്ന് കേൾക്കുമ്പോൾ തന്നെ പുണ്യം കിട്ടുന്ന എന്തോ ചിന്തയാണെന്ന് കരുതി മുരുകൻ്റെ ക്ഷേത്രത്തിലേക്ക് ഓടുന്നവരുണ്ട്. വ്രതം നോൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിലായിരിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്രതം നോൽക്കുന്നവർ ഇപ്പോഴും അത് കാണാറുണ്ട്. വ്രതം നോൽക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് എണ്ണ തേച്ച് കുളി അങ്ങോട്ട് പാടെ ഒഴിവാക്കുക. വ്രതം നോൽക്കുമ്പോൾ എണ്ണ തേച്ച് കുളി പാടില്ല. വ്രതത്തിന് ഭംഗം വരുത്തുന്നതാണ് എണ്ണ തേച്ച് കുളി. കൂടാതെ അതിൻ്റെതായ രീതിയിലായിരിക്കണം നമ്മൾ ഷഷ്ഠി വ്രതമൊക്കെ നോൽക്കുന്നത്. കേട്ടുകേൾവി അനുസരിച്ച്, സാധാരണ ക്രമം അനുസരിച്ച് ഷഷ്ഠി വ്രതം എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 108 എന്നാണ്. ഒന്നുകിൽ സാധിക്കാത്തവർ ഒരു 6 ഷഷ്ഠി വ്രതം എടുക്കാം. വെളുത്ത പക്ഷത്തിൽ 6 ഷഷ്ഠി വ്രതം എടുക്കുക, അല്ലെങ്കിൽ ഒരു 12 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു 18 എണ്ണം എടുക്കുക. അതിൽ പറ്റുന്നില്ല, മക്കൾക്ക് അത്രയേറെ ഇതുണ്ടെങ്കിൽ ഒരു 108 എണ്ണെങ്കിലും ഷഷ്ഠി വ്രതം എടുക്കാൻ നോക്കുക. ഈ ക്രമത്തിലാണ് നമ്മൾ ഷഷ്ഠി അനുഷ്ഠിക്കേണ്ടത്. തികഞ്ഞ ഭക്തിയും വിശ്വാസവും ശ്രദ്ധയും വിശ്വാസവും ഒക്കെ നമുക്ക് ഇതിൽ ആവശ്യമാണ്. പിന്നെ അമാവാസി കഴിഞ്ഞിട്ടുള്ള പ്രഥമ മുതൽ 5 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നവർ ഉച്ചയ്ക്ക് കഴിക്കുക. പിന്നെ ലഘുഭക്ഷണമായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുക. വല്ല പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ മുരുകൻ്റെ ക്ഷേത്രം ഈ 5 ദിവസവും ദർശനം നടത്തുക. ഒന്ന് പോയി തൊഴുതു വരിക. വാക്കുശുദ്ധി നിർബന്ധമാണ്, മനഃശുദ്ധി നിർബന്ധമാണ്. ഭക്ഷണശുദ്ധി ഉണ്ടാക്കുക. ഭക്ഷണത്തിലൊക്കെ ശുദ്ധമായിരിക്കണം. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി വൃത്തിയും ബഹുമാനത്തോടു കൂടിയായിരിക്കണം കഴിക്കേണ്ടത്. ഭക്ഷണത്തിന് പോലും ഒരു ബഹുമാനമുണ്ട്. കാരണം തലേ ദിവസത്തെ ഭക്ഷണം ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് എളുപ്പത്തിന് വേണ്ടി ഉച്ചയ്ക്ക് അതെടുത്ത് കഴിക്കാതെ വളരെ ശുദ്ധമായി ചൂടോടുകൂടി ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻ്റായ സ്വാത്വിക ഭക്ഷണമായിരിക്കണം നമ്മൾ. ഈ സ്വാത്വികം എന്ന് പറയുന്ന ചൂടോടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് സ്വാത്വികം എന്ന് പറയുന്നത്. മത്സ്യമാംസങ്ങൾ മാത്രമല്ല. മത്സ്യമാംസം ഒഴിവാക്കിയാൽ അതെല്ലാം സ്വാത്വികമായിരിക്കണം എന്നില്ല. ഫ്രിഡ്ജിലെ എല്ലാം ചിക്കനും മീനും എല്ലാം വെച്ചിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയും ചോറും ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള വേർപ്പ് ഇതിലേക്ക് വീഴും. അപ്പം പിന്നെ അതിനെ നമ്മൾ സ്വാത്വികം എന്ന് പറയാൻ, ചൂടോടെ ഉച്ചയ്ക്ക് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കുളിച്ച് വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് ഇൻസ്റ്റൻ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുക. അപ്പം 5 ദിവസം നമ്മൾ അങ്ങനെ വ്രതാനുഷ്ഠാനം എടുക്കുക. അവിടെ ഭക്ഷണശുദ്ധി വളരെ പ്രധാനമാണ്. അത് ചെലുത്തുകയും വേണം. ഇനി ഷഷ്ഠി ദിനം നിങ്ങൾ രാവിലെ തന്നെ, അതെല്ലാവരും ഇപ്പോൾ ചെയ്യാറുണ്ട്, ഷഷ്ഠി ദിനം രാവിലെ ദേഹശുദ്ധി വരുത്തി ഉപവാസത്തോടുകൂടി മുരുകൻ്റെ ക്ഷേത്ര ദർശനം നടത്താം. എന്നിട്ട് ശ്രീകോവിലിനെ, ഈ മുരുകക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനെ 6 തവണ പ്രദക്ഷിണം വയ്ക്കുക. 1, 2, 3 അല്ല, 6 തവണ പ്രദക്ഷിണം വയ്ക്കുക. എന്നിട്ട് അഭിഷേകമൊക്കെ ചെയ്യുക. എന്തൊക്കെയാണോ അഭിഷേകം ചെയ്യേണ്ടത് അഭിഷേകവും അവിടെ നടക്കുന്ന പൂജകളും മുരുകനെ ചെയ്യുന്ന പൂജകളും എല്ലാം അവിടെ ഇരുന്ന് കാണുക. നാമം ചൊല്ലുക. മുരുകന് സുബ്രഹ്മണ്യ അഷ്ടോത്തരം, കുമാരസ്തവം, ഷഷ്ഠിസ്തുതി, ഷഷ്ഠി സ്തോത്രം ഇതൊക്കെ ജപിക്കുക. ഇവയൊക്കെ എല്ലാം പാരായണം ചെയ്ത് ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യച്ചോറ് അത് കഴിച്ച് നമ്മൾ പാരണ വീടുക. അങ്ങനെ പാരണ വീടി കഴിഞ്ഞ് ഷഷ്ഠി ദിനം അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷഷ്ഠി ദിനത്തിൽ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഏതെങ്കിലും പ്രായമായ അമ്മമാർക്കോ ഒക്കെ ഷഷ്ഠിയിൽ നമ്മളൊരു വസ്ത്രം മേടിച്ച് ദാനം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. വ്രതത്തിന് ഫലം കൂടുതൽ നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ദാനം കൊടുക്കുക എന്നുള്ളത്. കുട്ടികൾക്കുണ്ടാകുന്ന സർവ്വദോഷ പരിഹാരങ്ങൾ, സർപ്പദോഷങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഇതിനൊക്കെ നമ്മൾ മാറാവ്യാധികൾക്കുമൊക്കെ നമ്മൾ അഭിചാരദോഷമൊക്കെ മാറാനായിട്ട്, ഗ്രഹദോഷം ഇവയെല്ലാം ഷഷ്ഠി വ്രതത്തിലൂടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 6, 8, 12, 108 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഷഷ്ഠി വ്രതം ആചരിച്ചതുകൊണ്ട് നമ്മുടെ സന്താനങ്ങൾക്ക് ഉയർച്ച എന്ന് വിചാരിച്ച് ആയുസ് മുഴുവനും നമ്മൾ ഷഷ്ഠി നോൽക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ദോഷങ്ങൾ കുട്ടികളുടെ മാറിക്കോളും.